അവൻ കുറച്ച് നാണമുള്ള കൂട്ടത്തിലാ. ഓ, എന്നാ പിന്നെ പെണ്ണും ചെറുക്കനും സംസാരിച്ചോട്ടെ അല്ലേ? അതിനെന്താ കുഴപ്പമൊന്നും. ഞാൻ ആദ്യമായിട്ടാ പെണ്ണ് കാണാൻ പോണത്. എന്നടാ എന്ത് പറ്റി? വാടാ വാ പോവാ. പെണ്ണത്ര പോരാ. വാപ്പാ പോവാ. എന്താ ഇപ്പൊ അങ്ങനെ പറയുന്നത്? ഫോട്ടോ നേരത്തെ കണ്ടതല്ലേ? ഫോട്ടോഷോപ്പ് ചെയ്ത ആളെ പറ്റിക്ക് ഇറങ്ങിയിരിക്കുക. ഇതൊരു മാതിരി വലിച്ചു നീട്ടിയ താടിയൊക്കെ ഏതെങ്കിലും മനുഷ്യൻ തിരിഞ്ഞു നോക്കുമോ? ഹേ മിസ്റ്റർ, മര്യാദയ്ക്ക് സംസാരിക്കണം. സംസാരിക്കുന്നടി. എന്തു പറ്റി? അപ്പൊ നീ നേരെ വീട്ടിലേക്കല്ലേ? അതെ. നീയോ? പോടാ. നിന്റെ പെങ്ങളെ തല്ലാറാടാ. മേത്തോട്ട് പിടിക്കുന്നോടാ. വിട്ടു സീനാക്കല്ലേ? പോടാ. ഹലോ, നീ എവിടെയാ? എത്ര നേരമായിട്ട് ഞാൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാന്നറിയോ? നിനക്കൊന്ന് വേഗം വന്നൂടെ? ഞാൻ വെയിറ്റ് ചെയ്യാം ഇവിടെ. ശരി. മോനെ ഹെൽമെറ്റ് എടുത്തിട്ട് പോരാ. ഹെൽമെറ്റ് വെച്ചിട്ട് പോരാ. അവിടെ അടുത്ത് തന്നെ പോരാ. സോറി മോളെ, കുറച്ച് ലേറ്റ് ആയി പോയി. എത്ര നേരമായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാ? ചെറിയ തിരക്കായി പോയി. സോറി. നീ സോറി കേട്ട് മടുത്ത് ഞാൻ. എന്താ ശരിക്കും സീരിയസ് ആയിട്ടാ? ശരിക്കും എന്നെ വേണ്ടതായോ? എന്നീ പറഞ്ഞുദ്ദേശിക്കുന്നത്? നിന്നോട് എത്ര വട്ടം പറയണം എനിക്ക് നിന്നെ കല്യാണം കഴിക്കാൻ പറ്റില്ല. എത്ര നാളായി ഞാൻ നിന്നെ വെയിറ്റ് ചെയ്യാം. എത്ര ഇയേഴ്സ് ആയി? നിനക്കൊരു ജോലി ഉണ്ടോ? നീ സെറ്റിൽഡ് ആണോ? ഓക്കെ, എന്നെ വേണ്ട.
സഹീറിൻ്റെ ആരാണ്? ഉമ്മയാണ് സർ. ഓക്കെ. കൂടെ വേറെ മെയിൽ പേഷ്യൻസ് ആരെങ്കിലും ഉണ്ടോ? കാര്യങ്ങൾ സംസാരിക്കാൻ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഓക്കെ. സഹീറിൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ തലനാഴിയേക്കാണ് അദ്ദേഹം രക്ഷപ്പെട്ടിരിക്കുന്നത് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഒരു ഔട്ട് ഓഫ് ഡേഞ്ചർ സോൺ അല്ലെങ്കിൽ ഒരു അപകട സാധ്യത തരണം ചെയ്ത് നമുക്ക് ഒരിക്കലും പറയാറായിട്ടില്ല. കാരണം മുഖത്തെ എല്ലുകൾ നിരവധി എല്ലുകൾ പൊട്ടിയിട്ടുണ്ട്. കൂടാതെ മുഖത്ത് രക്തസ്രാവം കാര്യങ്ങളും ഉണ്ട്. വലിയ കാര്യമായ പരുക്കൾ ഉണ്ട്. ഇപ്പോഴും നമ്മൾ എന്തായാലും അതിൻ്റെ മാക്സിൽ ഒഫീഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ കാണിക്കുന്നുണ്ട്. അവരതിന് ശസ്ത്രക്രിയ കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ വളരെ നേരിയ തോതിലാണ് ഒരു വലിയൊരു അപകടത്തിൽ അദ്ദേഹം രക്ഷപ്പെട്ടിരിക്കുന്നത്. എന്നാലും പ്രാർത്ഥിക്കാം, നമുക്ക് നല്ലതെന്ന് വേണ്ടിയാണ്. സഹീറിൻ്റെ ഫയൽ എത്രയും പെട്ടെന്ന് പേഷ്യൻ്റ് ആണെങ്കിൽ നമ്മൾ പോലീസ് ഫോർമാലിറ്റീസ് എല്ലാം പെട്ടെന്ന് തന്നെ മൂവ് ചെയ്യുക. പെട്ടെന്ന് ഇൻഫോം ചെയ്തതിന് ശേഷം എത്രയും പെട്ടെന്ന് മാക്സിൽ ഒഫീഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റ് ഷിഫ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആ മറ്റേ അടിപൊളിയായ അസോൾട്ട് കേസില്ല 2 അടിപൊളിയായ പിള്ളേരെ അതും എത്രയും പെട്ടെന്ന് പോലീസിന് ഇൻഫോം ചെയ്ത് കാര്യങ്ങൾ ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മൂവ് ചെയ്ത് അതിൻ്റെ ഫർദർ ഫോളോ അപ്പ് ചെയ്യുക. ഓക്കെ. എടാ അതെ, എൻ്റെ വായിൽ എന്തൊരു ബുദ്ധിമുട്ട് പോലെ. അത് ഇന്നലത്തെ വല്ല അടിച്ചതിൻ്റെ വല്ലതുമായിരിക്കും. അതൊന്നും അല്ല, ഇത് വേറെ എന്താണ്. ഒന്ന് നോക്കിയാ നീ. എടാ ഇത് അതന്നെ. എന്താടാ ഈ സിനിമയൊക്കെ തുടങ്ങുമ്പോൾ ആദ്യം കാണിക്കില്ലേ? എന്താ നീ ക്ലിയർ ആയിട്ട് പറയാം, ടെൻഷൻ ആക്കാതെ. എടാ നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ കാണിച്ചാലോ? എടാ ഇത് അതൊന്നും ആയിരിക്കില്ലല്ലോ അല്ലേ? ഇരിക്കൂ. എന്ത് പറ്റി? സർ, ഓളുടെ താടി കുറച്ച് മുന്നിലോട്ടാണ്. നമ്മൾ കുറേ ഡോക്ടർമാരെ കാണിച്ചിരുന്നു. അവർ പറഞ്ഞ ഒരു ഓറൽ ആൻഡ് മാക്സിലോഫേഷ്യൽ സർജനെ കാണിക്കാനാണ്. ഞാൻ വന്നപ്പോഴേ നോട്ടീസ് ചെയ്തു ഇങ്ങനെ താടി ഇത്. സർജറി കൊണ്ട് ഇത് ശരിയാകുമോ ഡോക്ടർ? കീഴ്ത്താടിയലിൻ്റെ വളർച്ച കൂടുതലും അതുപോലെ തന്നെ ഈ മേൽത്താടിയലിൻ്റെ വളർച്ച കുറവുകൊണ്ടാണ് വരുന്നത്. നമുക്കിത് പൂർണ്ണമായിട്ടും പരിഹരിക്കാൻ പറ്റുന്ന ഫേസിന് ഏത് രൂപത്തിൽ വേണമെങ്കിലും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഡോക്ടർ, ഓളുടെ 3-4 കല്യാണാലോചന ഈ ഒരു കാരണം കൊണ്ട് നടന്നു. നമുക്കിത് ശരിയാക്കാൻ പറ്റുമോ ഡോക്ടർ? നമുക്ക് തീർച്ചയായിട്ടും ശരിയാക്കാൻ പറ്റും. ഒട്ടും ഭയപ്പെടണ്ട കേട്ടോ. ഇനി ഈ സർജറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കല്യാണത്തിൻ്റെ പ്രശ്നം വരില്ല. നിങ്ങളെപ്പറ്റി ഒരു ബുദ്ധിമുട്ടും നിങ്ങൾക്ക് അനുഭവപ്പെടില്ല. എക്സ്ക്യൂസ് മീ സർ, മേ കം ഇൻ? യെസ് കം. സാർ 3 കാഷ്വാലിറ്റി പേഷ്യൻസ് ഉണ്ട് സാർ. അതിൽ 2 അസോൾട്ട് കേസും 1 ആക്സിഡൻറ്റ് കേസാണ് സാർ. അതിൽ ഒരു കേസ് ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. കൺട്രോൾ ചെയ്ത് വരികയാണ് സാർ. ഒന്ന് പേഷ്യൻസിനെ ഒന്ന് കാണാൻ വരികയാണെങ്കിൽ. ഇത് എക്സ്റേ എഴുതിയുണ്ട്, അത് എടുത്തിട്ട് നാളെ വരാം. അപ്പം നമുക്ക് സർജറി പ്ലാൻ ചെയ്യാം കേട്ടോ. ഓക്കെ, ശരി. സാർ വേറൊരു കേസും കൂടിയുണ്ട്. അത് ലിപ്പിലൊരു ലീഷനാണ് സാർ. ഐ സസ്പെക്ട് ഇറ്റ് ഇസ് എൻ ഓറൽ ക്യാൻസർ. ഓക്കെ ഓക്കെ. ഫിറ്റ്നസ് ഒക്കെ ഓക്കെ അല്ലേ? അങ്ങനെ നാളെ പോസിറ്റീവ് കേസ് കേട്ടോ. ശരി. ഓക്കെയാണോ? ഇതവളല്ലേ? അതെ, അവള് തന്നെ. ഇവളെ ഇത്ര ഭംഗി വെച്ചു. ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാവേ. ഹായ്, എന്നെ ഓർമ്മ ഉണ്ടോ? അന്ന് കല്യാണാലോചന ആയിട്ട് നമുക്ക് അത് പ്രൊസീഡ് ചെയ്താലോ? ആരാ അത്? സോറി, ആള് മാറിപ്പോയി കേട്ടോ. ഇതൊന്നും വേണ്ടായിരുന്നല്ലോടാ. നീ നിർത്തിക്കോ. ഞാനെപ്പോഴേ നിർത്തി. ഇരുചക്ര വാഹനം ഓടിക്കുമ്പോൾ എപ്പോഴും ഹെൽമെറ്റ് ധരിക്കുക. അത് നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ്. ഹെൽമെറ്റ് ധരിക്കുക, സീറ്റ് ബെൽറ്റ് ഉപയോഗിക്കുക.
പുകയിലയും മറ്റു ലഹരി പദാർത്ഥങ്ങളും ഒഴിവാക്കുക. മദ്യപിച്ച് വാഹനം ഓടിക്കാതിരിക്കുക. മനസ്സ് കൈവിട്ടു പോകുന്ന സന്ദർഭങ്ങളിൽ ഡ്രൈവിംഗ് പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക. We, the maxillofacial surgeons, are here to reconstruct and rebuild the face.